2020 ജൂൺ മാസത്തിൽ തമിഴ്നാടിനെയും ഇന്ത്യയും ഒട്ടാകെ നടുക്കിയ ഒന്നായിരുന്നു തൂത്തുക്കുടിയിലെ സാത്താൻകുളം കസ്റ്റഡി മരണം. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്ന ആ സമയത്ത് നിശ്ചയിച്ച സമയം കഴിഞ്ഞും മൊബൈൽ ഷോപ്പ് തുറന്നുവെച്ചു എന്നാരോപിച്ചാണ് ജയരാജിനെയും മകൻ ബെനിക്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ സ്റ്റേഷനിൽ വെച്ച് ഇവർക്ക് നേരിടേണ്ടി വന്നത് അത്യന്തം ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പീഡനങ്ങളായിരുന്നു. ശാരീരികമായി അതിശക്തമായ മർദ്ദനമേറ്റ ഇരുവരെയും രക്തം വാർന്ന നിലയിൽ കോവിൽപ്പട്ടി സബ് ജയിലിലേക്ക് മാറ്റി. പരിക്കുകൾ ഗുരുതരമായതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛനും മകനും മരണത്തിന് കീഴടങ്ങി. ഈ സംഭവം പുറത്തറിഞ്ഞതോടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് തമിഴ്നാട്ടിലുടനീളം ഉണ്ടായത്. പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും അടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ രംഗത്തെത്തി. തുടർന്ന് കേസ് CBI ഏറ്റെടുക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതും മറ്റു പോലീസുകാർ മൊഴി നൽകാൻ മടിച്ചതും അന്വേഷണത്തിന് തുടക്കത്തിൽ വെല്ലുവിളിയായെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ സാധിച്ചു. ഒടുവിൽ ഈ ക്രൂരകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 9 പോലീസുകാർക്ക് കോടതി വധശിക്ഷ വിധിച്ചതോടെ ഒരു വലിയ നിയമപോരാട്ടത്തിന് നീതിപൂർവമായ അന്ത്യമായി. തമിഴ്നാടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ സംഭവം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഒടുവിൽ ലോക മനസാക്ഷിയെ പിടിച്ചുലച്ച ആ ക്രൂരകൃത്യത്തിന് നിയമം അർഹമായ ശിക്ഷ തന്നെ നൽകി. ഈ സംഭവത്തിൽ നേരിട്ട് പങ്കാളികളായ 9 പോലീസുകാർക്കും കോടതി വധശിക്ഷ വിധിച്ചതോടെ ഒരു വലിയ നിയമപോരാട്ടത്തിന് നീതിപൂർവമായ അന്ത്യമായി. സാത്താൻകുളത്തെ ആ അച്ഛന്റെയും മകന്റെയും വിയോഗം ഇന്നും തമിഴ്നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്നു. അധികാര ദുർവിനിയോഗത്തിനെതിരെ ഉയർന്ന ആ വലിയ പ്രതിഷേധങ്ങൾ ഇത്തരം അനീതികൾ ഇനി ആവർത്തിക്കപ്പെടില്ല എന്ന ഉറച്ച താക്കീതാണ് നൽകുന്നത്. ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.